ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിത് വീട്ടിൽ നിന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് പപ്പടം ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഉഴുന്ന് പൊടിയാണ് കേട്ടോ എടുത്തുക്കുന്നത്. ഉഴുന്ന് പൊടി ഉഴുന്നില്ലല്ലോ, അത് നമ്മൾ കടയിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിയതാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. അതിൽ വല്ല തരി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അതൊക്കെ അരിച്ചെടുത്താണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ എന്ന് പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടും ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലൊന്ന് പൊടി കട്ട കുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി മാറി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതും നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ പാകം എന്ന് പറയുന്നത് നല്ലോണം നമ്മളത് കുഴച്ചെടുക്കണം. നല്ല മനക്കെട്ടിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പപ്പടം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ കുറച്ച് ഞാനും മമ്മിയും എല്ലാവരും കൂടെ ഒന്ന് മനക്കെട്ടിട്ട് ഏകദേശം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ വെട്ടി കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ബോൾസായിട്ട് അങ്ങനെ മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലുള്ള ഓരോ ബോൾസ് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പരത്തിയെടുത്തതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കണ്ടാക്കുക, നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ്. അങ്ങനെ മൊത്തത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുത്ത് നമ്മളിതുപോലത്തെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ നമുക്കെന്താ നമ്മൾ ഈ ഒരു ടിഫിൻ പാത്രം ഉണ്ടല്ലോ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തേക്കാം. നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ അല്ലേ, നല്ല ഷേപ്പിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പപ്പടം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതൊരു പേപ്പറിലേക്ക് അങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇത് ഒന്നും കൂടെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലോണം ഡ്രൈ ആവരുത്, വെയിലത്ത് വെച്ചിട്ടൊന്നും നിങ്ങൾ തുടക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ അടുപ്പിൻ്റെ ആ ഒരു നമ്മൾ തീയൊക്കെ കത്തിക്കുന്നതിന് കുറച്ചൊരു ചൂടുണ്ടാവുമല്ലോ, അതിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇത് വെയിലത്ത് വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഉണക്കിയെടുക്കരുത് കേട്ടോ. ഫാനിൻ്റെ ഇടയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളിതുപോലെ ചെയ്ത പോലെ പേപ്പറിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് ഉഴുന്നുപൊടി തന്നെ കുറച്ചുകൂടി ചേർത്തിട്ട് നമ്മളിതെല്ലാം ഭാഗത്തേക്ക് ആക്കിയിട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളതാണല്ലേ. എങ്ങനെയാണെന്ന് അറിയണ്ട, കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടാണ് നമ്മുടെ പപ്പടം പൊള്ളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതൊന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ പപ്പടം നല്ല പപ്പടത്തിന് ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ ഇത്.